എല്ലാവർക്കും ഒരു ഹായ്. പോയി കാണാൻ പോകുന്നത് പാറ്റത്തുറ ഹെവൻ എന്ന എൻ്റെ എപ്പിസോഡ് 166. ഓക്കെ, ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബീസ്റ്റുകളെയും ശിവേനെ കൂട്ടരും മറ്റുള്ളവരും കൂടി ചേർന്ന് ഇല്ലാതാക്കി. അവിടെ ഉള്ളവർക്ക് അപ്പോഴാണ് ആശ്വാസമായത്. ശിവേൻ പിൽസ് അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞ് അവർ കൊടുക്കുന്നുണ്ട്. റിക്കവർ ആവുകയാണ് പെട്ടെന്ന് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഒരു സൗണ്ട്. എന്താ അറിയാനായിട്ട് നോക്കി ആർത്തുലച്ച് വരുന്ന സെക്കൻഡ് വേവ് ബീസ്റ്റുകൾ. അത് ആകട്ടെ ഗ്രൗണ്ടിൽ കൂടി പറന്നൊക്കെയാണ് വരുന്നത്. കട്ടിപ്പെടുത്ത് ഓരോരുത്തരെയും ഇല്ലാതാക്കി വരികയാണ്. പോരാന്നിട്ട് സൈഡിൽ കൂടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ശിവന് ഇത് കുഞ്ഞുവിൻ്റെ പ്ലാൻ കാണും. അവർ ഫോണിൽ സ്ട്രൈബും ഇല്ലല്ലോ. അവർ അവിടെ നിന്ന് പോകാൻ എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ഓടി പോകുകയും മുൻപിൽ നിന്നും വരുന്നു. അവർക്ക് എവിടെയും പോകാൻ കഴിയത്തില്ല. അപ്പോഴാണ് സൈഡിലായിട്ട് ഒരു കേവ് പോലെ വന്ന് അതിനുള്ളിലേക്ക് വലിയ കയറി പോവുകയാണ്. അപ്പോൾ തന്നെ ഫ്ലവർ സെറ്റ് വന്നിട്ട് ഷീൽഡ് പോലെ വെച്ച് മറച്ചു. അതിന് മുൻപ് കുറച്ചൊരു കയറി. എന്താ അതിനുശേഷം വന്നവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ പറന്നു വന്ന ബീസ്റ്റുകളെല്ലാം കൂടി അതിനെ ഇല്ലാതാക്കിയിരുന്നു. അതവിടെ നടക്കെ ക്ലാനും ഫോണിക് സ്ട്രൈബും മറ്റൊരു പ്ലേസിൽ തുരങ്കം ഉണ്ടാക്കി അതിലൂടെ പോവുകയാണ്. ഇങ്ങനെ തന്നെ പോകട്ടെ, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് അടുത്ത് തന്നെ ഉണ്ടെന്നു. പുറത്ത് നടക്കുന്ന സൗണ്ട് എല്ലാം കേൾക്കാം. ഇങ്ങനെ ആക്കി തീർത്തത് കുഞ്ഞുമാണ്. നിങ്ങളുടെ പ്ലാൻ എല്ലാം വർക്കായി. അതിന് ജിയോഫെങ്ങിനോട് നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇവിടെ തന്നെ എത്തിയത്. നമ്മൾ ആ പ്രോമിസ് അത് മറക്കില്ല. എന്താണെന്ന് അഫ്കോഴ്സ് അത് ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ തന്നെയാണ്. അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ആ ഷീൽഡ് പോലെ ഉള്ളത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ആ ബീസ്റ്റുകൾ തുടങ്ങി. അപ്പോൾ തന്നെ ഗൂഷുവാനും ചേർന്ന് സപ്പോർട്ട് ചെയ്യണം. അവരുടെ ആൾക്കാരോട് കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു വിളിച്ച് അവരും ചെയ്യുന്നുണ്ട്. ഷിയോയെ പിൽസ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരോട് റിക്കവർ ആകാനായിട്ട് പറഞ്ഞിട്ട് യോണർ പറയുന്നുണ്ട് ഇത് സേഫ് അല്ല, എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന്. ഷിയോയൻ പറയാണ് കുഞ്ഞിയോടെ ഇങ്ങനെ ആക്കിയെടുത്തത് അട്രാക്ട് ചെയ്ത് അവരവിടുന്ന് എസ്കേപ്പ് ആക്കി. കൂശാനാകെ കലിപ്പായിട്ട് അവന്മാരെ വെച്ചേക്കില്ല എന്ന പോലെ. ജൂഫെങ്ങിനെ കാണത്തില്ല. അവർക്കപ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് വേണ്ട സാധനം എന്ന്. അവരെ ട്രേസ് ചെയ്ത് പോകാം. അതുവഴി നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാതുള്ള. അപ്പോഴേക്കും ആ വരുന്ന ബീസ്റ്റുകളുടെ എണ്ണം കൂടിയിരുന്നു. ഫ്ലവർ സെക്ട് ഉൾപ്പെടെ എല്ലാവരും തെറിച്ചു മാറി അവരോട് റിക്കവർ ആകാൻ പറഞ്ഞ് ഗൂഗ്ലാനിലുള്ളവർ പിന്നെ ചേരേച്ചു തുടങ്ങി. അല്ലാതെ കൂടുതൽ നേരം അവർക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ ഷിയോയൻ മുകളിലേക്ക് നോക്കുന്നു. അപ്പോൾ തന്നെ ഒരു പ്ലാൻ അവൻ്റെ മനസ്സിലൂടെ മിന്നി പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ വന്ന ആ പ്ലാൻ അത് അവരോട് പറയുകയാണ്. ആ ഐഡിയ കേട്ടിട്ട് അവർക്കത് നല്ലതാണെന്ന് തോന്നിയിട്ട് സമ്മതിക്കുകയാണ് ചെയ്തത്. എല്ലാവരും ഓക്കെ പറയുമ്പോൾ ഗോഷുവാനും മറ്റു ഗൂഗ്ല മെമ്പേഴ്സിനോട് ഓപ്പൺ മൗണ്ടേഴ്സിൽ ആ ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറയുകയാണ്. അവർ വന്നിട്ട് റെഡി ആയി ആ ഷീൽഡ് അത് ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ആ ബീസ്റ്റുകൾക്ക് നേരെ അത് ഉപയോഗിച്ചിരുന്നുണ്ട്. അവർക്ക് കാത്തിരുന്നത് മരണമായിരുന്നു. അത് വിട്ട് സ്പോട്ടിലെല്ലാം പടമായി. പിന്നെ വരുന്ന ഗ്രൗണ്ട് ബീസ്റ്റ് അപ്പോൾ തന്നെ പറന്നു മുകളിലൂടെ പോവുകയായിരുന്നു. ആ പറന്നു വരുന്ന ബീസ്റ്റുകളെ കൊന്നു പോവുകയാണ്. എന്താണ് പ്ലാൻ എന്ന ഗ്രൗണ്ട് ലെവൽ ബീസ്റ്റുകൾ പവർഫുൾ മാത്രമല്ല കൂട്ടമായിട്ടാണ് വരുന്നത്. അതിൽ ചെന്ന് കയറി കൊടുത്ത പീസാക്കി കളയും. പിന്നെ പറന്നു പോകണം. ഫ്ലൈയിങ് ബീസ്റ്റുകൾ ഉണ്ട് എങ്കിലും മുകളിൽ സൈഡിലൊക്കെ സ്റ്റോൺസ് ആയതിനാൽ പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്ക് വലിയ റിസ്ക് ഇല്ലാതെ അതുവഴി പോകാൻ കഴിയും. അത് ഒരുവിധം സക്സസ് ആയതുപോലെ ആയിരുന്നു. അവരെല്ലാവരും ചേർന്ന് ആ ബീസ്റ്റുകളെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കി പോകുന്നുണ്ട്. ഫോണിക്സ് ട്രൈബിലെ മെമ്പേഴ്സ് കുറച്ചുപേരെ അവരെ കണ്ടു. അവർ പോകുന്ന റൂട്ട് അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. സ്പിരിച്വൽ പവർ ഉപയോഗിക്കുമ്പോൾ ക്ലാൻ പോയ ട്രേസ് മാർക്ക് അത് കണ്ടുപിടിച്ച് കൂടെ വരാനായിട്ട് പറഞ്ഞ് ഹെവൻലി ഫ്ലെയിം യൂസ് ചെയ്ത് അവരെ വെച്ച് അതിനുള്ളിലേക്ക് പിന്നെ പോവുകയാണ്. അതിനകത്ത് എത്തി ആ തുരങ്കം ഉണ്ടാക്കി പോയത് അവിടെ കാണുകയാണ്. അപ്പോഴേക്കും അവരെ ഫോളോ ചെയ്ത് വരുന്ന ബീസ്റ്റുകൾ അവരോട് പോകാനായിട്ട് പറഞ്ഞ് ഷിയോയൻ പിന്നെ ഹെവൻലി ഫ്ലെയിം നേരെ ഡ്രാഗൺ പോലാക്കിയിട്ട് അവർക്ക് നേരെ വിട്ടു. അതിനെല്ലാം അവിടെ സൈഡാക്കി കളഞ്ഞു. എന്നിട്ട് ശേഷം അവിടെ നിന്ന് പോകുകയാണ്. കുഞ്ഞുള്ള അവിടെ വളരെ അടുത്തായിട്ട് നോയ്സ് അത് കേട്ട് വരികയാണ്. ഷിയോയന് കൂട്ടരെ ആ ബീസ്റ്റുകളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് വരുന്നുണ്ട്. ആ സീല് അത് ബ്രേക്ക് ചെയ്ത് ആ ബീസ്റ്റുകൾ വരുന്നുണ്ട് എന്ന് ദേഷ്യം. എങ്കിലും എല്ലാവരോടും ഫുൾ സ്പീഡ് ചെയ്യാനായിട്ട് പറഞ്ഞുവിട്ട് അവരും ചേർന്നിട്ട് പെട്ടെന്ന് പൊട്ടിക്കാനായിട്ട് തുടങ്ങി. എന്തോന്ന് ആലോചിച്ചിട്ട് മാറി നിന്നിട്ട് ആ തുരങ്കം അത് ക്ലോസ് ചെയ്യണം. കുറച്ച് ക്രൂവലായാലോ എന്ന് ചോദിക്കുക. ഇങ്ങനെ ഉള്ളതിലൊക്കെ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുള്ളിലൂടെ വരുന്ന ഷിയോയിന് അവർ കാണുന്നത് ക്ലോസ് ആയ റൂട്ടായിരുന്നു. അത് ഇടിച്ചു നോക്കി കുറച്ച് മാത്രമേ ബ്രേക്ക് ആക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ക്ലോസ് ആണ്. ബീസ്റ്റുകൾ വരികയാണ്. എന്ത് പെട്ടെന്നെങ്കിലും ചെയ്താൽ മതിയാകൂ. അപ്പോഴുണ്ട് ആ സൗണ്ട് അത് കേട്ടിരുന്നു. ആ ബീസ്റ്റുകൾ ആർത്തുലച്ച് വരികയായിരുന്നു. ഫ്ലവർ സെറ്റ് തടയാൻ നോക്കിയെന്ന് കഴിഞ്ഞില്ല. എന്ത് ചെയ്യും? അവർക്ക് ഫൈറ്റ് അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോഴാണ് ഷിയോയുടെ റിങ്ങിൽ നിന്ന് ഒരു പവർ അത് വന്ന മുഴുവൻ ബീസ്റ്റുകളെ സെക്കൻഡിനുള്ളിൽ കൊന്നുകളഞ്ഞു. എന്താണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അവരെല്ലാവരും നോക്കേ ആ കാണുന്നതാകട്ടെ ബോധിസീഡായിരുന്നു. അത് തന്നെ രക്ഷയായി. അത് കണ്ടിട്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയ അവര്
വേറെ വേൾഡിൽ അവർ വന്ന് കാണുന്നത് ഒരു വലിയ മരം. അത് കണ്ട് ബോധി ട്രീ അവർ കണ്ട് അതിശയിച്ചു പോയി. കാരണം ബോധി ട്രീ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് വന്ന് അടിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ വരുന്നത്. നോക്കുമ്പോട്ട് 3 പേര്. അത് പപ്പറ്റായിരുന്നു. അതിലൊന്ന് ഹുൻക്ലാൻ്റെ കൂടിയായിരുന്നു. അതൊരു പ്രഷർ വിട്ട് അവിടെയുള്ള എല്ലാവർക്കും അത് അഫക്റ്റ് ആയി. അതെല്ലാം ഹാഫ് ഡൗസൈൻ്റെ ആയിരുന്നു. കുഞ്ഞു കണ്ടിട്ട് ഹുൻക്ലാൻ ഏഷ്യൻ്റെ റെക്കോർഡ് പറഞ്ഞത് വെച്ച് ബോധി ട്രീ അന്വേഷിച്ചു പോയി ഒരു ഹാഫ് ഡൗസൈൻ്റെ ആളാകണം ഇത് എന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് റെസ്പെക്റ്റ് ചെയ്തു. ഞാൻ ഹുൻക്ലാനിൽ നിന്നുമാണ് നമുക്ക് ആ ബോധി ട്രീ റീക്ലെയിം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോഴുണ്ട് ഷിയോയിന് അവരൊക്കെ വരുന്നു. അങ്ങോട്ട് പോയി ഇവനെന്താ ബ്ലെസ്സിങ് ജന്മമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നിലയ്ക്ക് ആ 2 കൂട്ടരുണ്ടല്ലോ എന്ന് അവന് ഷിയോയൻ അവരോട് പാടുപെട്ടാണ് ഇവിടെ എത്തിയത്. നിങ്ങളെന്താ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? കുഞ്ഞു നോർമലായിട്ട് എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കരുതിയത് ഇതെല്ലാം ഒരു ആക്ടിങ് ആണെന്ന്. എന്ത് ആക്ടിങ്? നമ്മുടെ ആൻസിസ്റ്റർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവിടെ ഉള്ളത് പിന്നെ എന്തിനു ഞാൻ ആക്ട് ചെയ്യണം? ചെയ്യുവാനതിന് എനിക്ക് തോന്നുന്നില്ല. അത് ഗാർഡ് ചെയ്ത് നിന്നെ എതിർക്കാനേ നോക്കൂ. എന്നാൽ കുഞ്ഞുവിനും ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പോഴാണ് ഷിൻലിൻ അവരുടെ നിൽക്കുന്ന ട്രീയിലൂടെ അവളുടെ പവർ അത് യൂസ് ചെയ്ത് നോക്കി. ആ ട്രീക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നവല അതിൽ നിന്ന് ഗ്രേ അവർ അത് പുറത്തു വരുന്നുണ്ട്. ഷിയോയിനോട് പറയുന്നുണ്ട് അത് ഹ്യൂമൻ നെഗറ്റീവ് ഇമോഷനായിട്ട് വളരെ സിമിലർ ആണ്. ഷിയോയിനെ ആലോചിക്കുന്നത് ആ ബോധി ട്രീ ട്രാൻസ്ഫോം ചെയ്ത് 3 ഡൗ ഹാഫ് സൈൻറ്റിൻ്റെ പപ്പറ്റിനെ ആക്കി ക്ലോസ് ആയിട്ട് പോയാൽ ഉറപ്പായി അത് അറ്റാക്ക് ചെയ്യും. ഷീയോൻ അപ്പോൾ എന്ന് ചോദിക്കുക. അതെന്ന പോലെ അവരോട് ഇവിടെ ഉള്ളവരെയും എനിമീസ് ആണെങ്കിലും അവർക്ക് ആ 3 ഹാഫ് ഡൗ സൈൻ്റെ പപ്പറ്റിനെ എതിർക്കാൻ കഴിയില്ല. നമുക്ക് കോർപ്പറേറ്റ് ചെയ്തൂടെ? കുഞ്ഞു ആലോചിക്കുന്നുണ്ട് ആളുടെ കണ്ടീഷൻ നോർമലില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെ നോക്കാം എന്നാലോചിച്ചിട്ട് ഷിയോന്റെ കൂടെ ചേരാം. ഫോണിക്സ് ട്രൈബും കൂടെ ചേർന്നു. ഹുൻക്ലാ അവരുടെ ആൻസിസ്റ്ററിനെ നോക്കാം എന്ന് പറയും. ഫോണിക്സ് ട്രൈബ് വേറ്റൊരാളെ നോക്കാം. അപ്പോൾ ഈക്വലായിട്ട് നമുക്ക് ചേർന്ന് ഫൈറ്റ് ചെയ്യാം എന്ന് പറയുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കണം. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.